ഒരാൾ ഒരു ഗ്രാമത്തിലേക്ക് താമസം മാറുകയാണ്. അയാൾക്ക് അവിടം ഇഷ്ടമാകുമോ എന്ന് സംശയം തോന്നി. അയാൾ ഒരു സെൻ ഗുരുവിനെ ചെന്ന് കണ്ട് ഇപ്രകാരം ചോദിച്ചു: ഗുരു, എനിക്കിവിടം ഇഷ്ടമാകുമെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? ഇവിടുത്തെ ആളുകളൊക്കെ എങ്ങനെയുള്ളവരാണ്? ഗുരുവിന്റെ മറുപടി മറ്റൊരു ചോദ്യമായിരുന്നു: നിങ്ങളിപ്പോൾ താമസിച്ചു വന്ന പട്ടണത്തിലെ ആളുകളൊക്കെ എങ്ങനെയുണ്ട്? അയാൾ മറുപടി പറഞ്ഞു: അവിടെ എല്ലാവരും വൃത്തികെട്ട ദുരാഗ്രഹികളായ മനുഷ്യരായിരുന്നു. അവരൊക്കെ വലിയ കോപിഷ്ഠരും മറ്റുള്ളവരെ ചതിച്ചും മോഷ്ടിച്ചും ജീവിക്കുന്നവരായിരുന്നു. ഇത് കേട്ട ഗുരു മറുപടി പറഞ്ഞു: ഇവിടെ ഈ ഗ്രാമത്തിലും കൃത്യമായും അതുപോലത്തെ ആളുകൾ തന്നെയാണുള്ളത്. അടുത്ത ദിവസം മറ്റൊരു ചെറുപ്പക്കാരൻ പുതിയതായി ആ ഗ്രാമത്തിൽ താമസത്തിനെത്തുകയും അയാളും ഗുരുവിനെ കണ്ട് ഇതേ ചോദ്യം ആവർത്തിക്കുകയും ചെയ്തു. ആ ഗ്രാമം അയാൾ കിണങ്ങുമോ എന്നും അവിടെയുള്ള ആളുകൾ എങ്ങനെയുണ്ടെന്നും അയാൾ തിരക്കി. ഗുരുവിന്റെ മറുപടി അതേ ചോദ്യമായിരുന്നു: നിങ്ങൾ ഇപ്പോൾ താമസിച്ചിട്ട് വന്ന പട്ടണത്തിലെ ആളുകളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ചെറുപ്പക്കാരന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: അവിടെ നല്ല മാധുര്യമുള്ള ഒരുമയുള്ള മനുഷ്യരായിരുന്നു എല്ലാവരും. അവർക്കെല്ലാവർക്കും മറ്റുള്ളവരെക്കുറിച്ചും തങ്ങളുടെ നാടിനെക്കുറിച്ചും നല്ല ശ്രദ്ധയുണ്ടായിരുന്നു. മാത്രവുമല്ല, അവർ പരസ്പരം ബഹുമാനിക്കുന്ന ശുദ്ധാത്മാക്കളായിരുന്നു. ഇത് കേട്ട ഗുരു പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു: ഇവിടെ ഈ ഗ്രാമത്തിലും കൃത്യമായും അങ്ങനെയുള്ള മനുഷ്യരാണുള്ളത്. ജീവിതത്തിൽ നിങ്ങൾ ഈ ലോകത്തിൽ എന്ത് കാണുന്നുവോ അതുതന്നെയാണ് ഈ ലോകം നിങ്ങളിൽ കാണുന്നത്. നിങ്ങൾക്ക് പ്രതീക്ഷയും നന്മയും സ്നേഹവും കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ ലോകം അത് നിങ്ങളിൽ പ്രതിഫലിപ്പിക്കും. പക്ഷെ നമ്മൾ മറ്റുള്ളവരുടെ മോശം വശം മാത്രം കാണാൻ ശ്രമിക്കുമ്പോൾ അവരും നമ്മെ മോശക്കാരായി മാത്രം കാണും. അതുകൊണ്ട് നമുക്ക് ഈ ലോകത്തെ നന്മയോടും സ്നേഹത്തോടും കൂടി സമീപിക്കാം. തീർച്ചയായും അത് തിരികെ ലഭിക്കും.